ഈ കാണുന്ന മനോഹരമായ റോഡും അതിനപ്പുറത്ത് വന്നിട്ടുള്ള പാലും ഒക്കെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ പയ്യാക്കോട്ടുകാർക്ക് ഏക ആശ്രയമായിരുന്ന ഒരു വഴിയുണ്ടായിരുന്നു. ഒരുപാട് സ്റ്റെപ്പുകളും കഴുങ്ങുകൊണ്ട് അതിൽ മരപ്പലക അടിച്ചുണ്ടാക്കുന്ന ഒരു പാലവും ഒക്കെ പുഴപ്പാലിയുടെ കുറേ നടന്നു വരാനൊക്കെ ഉള്ള ഒരു റോഡ്. ആ റോഡിൻ്റെ കാഴ്ചകളാണ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മുകൾ വശത്താണ് നമ്മളെ വീട്. ആ വീട്ടിൽ നിന്ന് വന്ന് കുറച്ചിങ്ങോട്ട് നടന്ന് വന്നിട്ട് ഈ സ്റ്റെപ്പ് ഇറങ്ങി, സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 10-50 സ്റ്റെപ്പൊക്കെ ഉണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഈ കാണുന്ന രൂപത്തിലായിരുന്നില്ല, കുറച്ചുകൂടി വീതിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാടൊക്കെ കയറി വീതിയൊക്കെ കുറഞ്ഞൊരു ചവിട്ട് വഴി പോലെ ആയിട്ടുണ്ട്. നമ്മളൊരു 5-6 പേർക്കൊക്കെ നിരന്ന് കയറി പോകാൻ പറ്റുന്ന രീതിയിലുള്ള വീതിയും കാര്യങ്ങളൊക്കെ ആ ഒരു കാലത്ത് ഉണ്ടായിരുന്നു. നമ്മൾ പുന്നക്കാട്ട് പോയാലാണ് നമുക്ക് ബസ്സും യാത്രാ സൗകര്യമൊക്കെ കിട്ടുക. ആ ഒരു കാലത്ത് നമ്മൾ എന്തൊരു കാര്യത്തിന്, ഹോസ്പിറ്റൽ കേസിനായിക്കോട്ടെ, സ്കൂളിൽ പോകാനായിക്കോട്ടെ, എന്ത് കാര്യത്തിനായാലും നമ്മൾ ഈ സ്റ്റെപ്പ് ഇറങ്ങി വന്ന് ആ മരപ്പാലം കഴിഞ്ഞ് പുഴമ്പാലിലൂടെ കുറച്ച് നടന്ന് ഒക്കെ വേണം നമ്മുടെ യാത്രാ സൗകര്യമുള്ള ഒരു സ്ഥലത്തേക്ക് എത്താൻ. അന്ന് ഇന്നത്തെ പോലെ ഓട്ടോ ഒന്നും നമ്മുടെ വീട്ടിലേക്കൊന്നും വരില്ല. ഇന്ന് നമ്മുടെ വീട്ടിലേക്ക് ഏത് വണ്ടിയും വരും അല്ലേ. അതേപോലെ തന്നെ ഇപ്പോൾ ഈ കാണിച്ച വീടില്ലേ, ഇത് ഈ സ്റ്റെപ്പുകൾ കയറി വരുന്ന പകുതിയിലൊരു കുറച്ച് വീതിയിലൊരു സ്ഥലം ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്താണ് നമ്മുടെ ഈ വീട്ടിലേക്കുള്ള എൻട്രി. ആ വീട് എനിക്ക് മറക്കാൻ പറ്റാത്ത അത്രയും ഓർമ്മകളുള്ളൊരു വീടാണ് കേട്ടോ ഈ ഒരു വീട് നമ്മൾ അന്ന് ഈ ഒരു രൂപത്തിലൊന്നും ആയിരുന്നില്ല. നമ്മൾ അമ്മിണി ചേച്ചിയുടെ വീടാണ്. അതേപോലെ അവിടെ ഒരുപാട് അംഗങ്ങളുണ്ടായിരുന്നു. അവരെല്ലാം നമുക്ക് വേണ്ടപ്പെട്ടവരായിരുന്നു. അവരെല്ലാം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തന്നിട്ടുണ്ട്. ബിന്ദു ചേച്ചി, ബീന ചേച്ചി, ബിജുവേട്ടൻ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അങ്ങനെ ഒരുപാട് നല്ല ഓർമ്മകളുള്ള ഒരു ഏരിയ തന്നെയാണ്. നമുക്ക് ഒരുപാട് ഭക്ഷണവും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട് അവരുടെ കൂടെയൊക്കെ. നല്ല ഓർമ്മകളായിട്ട് എൻ്റെ മനസ്സിലേക്ക് അതൊക്കെ ഓടി എത്തുകയാണ്. നമ്മുടെ ഒരുപാട് ഓർമ്മകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു ഏരിയ തന്നെയാണിത്. അങ്ങനെ നമ്മൾ ആ സ്റ്റെപ്പൊക്കെ ഇറങ്ങി വരുമ്പോൾ ഈ ഒരു പാലത്തിൻ്റെ ഒരു തൂണാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഈ തൂണിൽ നിന്ന് ഇതിൻ്റെ നടുഭാഗത്തൊരു തൂണുണ്ടായിരുന്നു. ആ തൂണിലേക്ക് പോയതിന് ശേഷം നമ്മുടെ ആ ഇല്ലിക്കൂട്ടം കാണുന്നില്ലേ, അതിനകത്തൊരു തൂണിൻ്റെ അവശേഷിപ്പുകളുണ്ട്. അവിടേക്കാണ് പാലം ചെന്ന് ഇറങ്ങുക. അതായത് ഇക്കരെ നിന്ന് അക്കരയ്ക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് പുഴമ്പാലി തുടങ്ങണം. ആ പുഴമ്പാലിയിലൂടെ പിന്നെ ഒരു കിലോമീറ്റർ, ഒരു 3/4 കിലോമീറ്ററൊക്കെ നമ്മൾ നടന്ന് വേണം, പുഴയുടെ കരയിലൂടെ ഇങ്ങനെ നടന്ന് വേണം പിന്നെ നമ്മൾ പുന്നക്കാട്ടിലേക്ക് എത്താൻ. അവിടെ ചെന്നാലാണ് പിന്നെ നമുക്ക് യാത്രാ സൗകര്യങ്ങളൊക്കെ ഉള്ളത്. അതേപോലെ കുട്ടിക്കാലത്ത് യാത്രാ സൗകര്യം എന്നുള്ളത് മാത്രമല്ല, നമ്മൾ ഒരുപാട് കുളിച്ചിട്ടും കളിച്ചിട്ടും ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പുഴ. ഈ പുഴയുടെ കല്ല് വാരി കളിച്ചിട്ടും പുഴയിൽ കളിച്ചിട്ടും വെള്ളത്തിൽ കളിച്ചിട്ടും ട്യൂബിൽ കളിച്ചിട്ടും അങ്ങനെ ഒരുപാട് സുഹൃത്തുക്കളും ഒരുപാട് കാലം നമ്മൾ അത്ര എൻജോയ് ചെയ്തിട്ടുള്ള ഒരു ഏരിയയാണ്. നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്ന പയ്യാക്കോടുകാരായിട്ടുള്ള ഇവിടെ ഈ കളികളും കുളികളും ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾക്കൊക്കെ ആ ഓർമ്മ ഇപ്പോൾ മനസ്സിലേക്ക് വരുന്നുണ്ടാവും. നമ്മൾ പാലത്തിലേക്ക് കയറാതെ ഈ സൈഡിലൂടെ ഇങ്ങോട്ട് താഴേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ പാലത്തിൻ്റെ താഴെ വശത്ത് എത്തും. അന്ന് പാലം നമുക്കൊരു മറയാണ്. പാലത്തിൻ്റെ താഴെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഡ്രസ്സൊക്കെ അഴിച്ച് താഴെ ആ പാറയിൽ വെച്ചിട്ട് നമ്മൾ നേരെ ഈ പുഴയിലേക്ക് എടുത്ത് ചാടുകയാണ് ചെയ്യുക. പുഴയിൽ തൊട്ട് കളിച്ചും സാറ്റ് കളിച്ചും ഒക്കെ ഒരുപാട് നല്ല അനുഭവങ്ങൾ അല്ലേ. ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു അന്ന് കൂടെ കുളിക്കാനും കളിക്കാനും ഒക്കെ. നമ്മുടെ നാട്ടിലെ ഒരുപാട് ആളുകൾ അന്ന് അവരൊക്കെ ഇപ്പോൾ പല വഴിക്കായി. ഇപ്പോൾ ആ സൗഹൃദങ്ങളും കാര്യങ്ങളൊന്നുമില്ല. ഒരുപാട് പേരുടെ പേരെടുത്ത് പറയുകയാണെങ്കിൽ കുഞ്ഞാപ്പുട്ടി, ആപ്പു, മുനീർ, സക്കീർ, കോയ, അങ്ങനെ ഒരുപാട് പേര്, പിന്നെ നാണി എന്ന് നൗഷാദ്, അവരൊക്കെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര്, ഞാനിപ്പോൾ പേരെടുത്ത് പറഞ്ഞത് പെട്ടെന്ന് കിട്ടിയ കുറച്ച് പേരുകൾ പറഞ്ഞാണ്. ആസിഫ്, സക്കീർ, അങ്ങനെ ഒരുപാട് ആളുകൾ. കുഞ്ഞാപ്പൊക്കെ സ്ഥിരം വന്ന് ഇപ്പോൾ ചെരുപ്പ് വരയ്ക്കുന്ന ഓർമ്മകളൊക്കെ എനിക്ക് ഇപ്പോൾ ഓർമ്മ വരികയാണ്. ഈ പാലത്തിൻ്റെ താഴെ അമീറിൻ്റെയൊക്കെ ഒരുപാട് ഓർമ്മകൾ നമ്മളെ ഉള്ള ഒരു ഏരിയയാണ്. ഷാൻഡോ, അങ്ങനെ ഒരുപാട് പേര് പേരെടുത്താൽ പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഞാൻ കിട്ടിയ പേരുകൾ പെട്ടെന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ ചാമിക്കുണ്ട് എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നമ്മൾ ഒരുപാട് ചാടി കുളിച്ചിട്ടുണ്ട്. ഇതിൻ്റെ താഴെ ഭാഗത്തായിരുന്നു ലേഡീസിൻ്റെ കടവ്. ഞങ്ങൾ ആണുങ്ങൾ ഇവിടെ കുളിക്കും. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ നിന്ന് പാലത്തുനിന്ന് ചാടിയിട്ട് ലേഡീസിൻ്റെ കടവിൽ വലിയൊരു തിണ്ട് പോലെ ഒരു സംഭവം ഉണ്ടായിരുന്നു. വലിയൊരു മരമൊക്കെ ഉണ്ടായിരുന്നു. ആ മരത്തിൻ്റെ താഴെ പോയിട്ട് ആ തിണ്ടിൽ പോയി പിടിച്ച് കയറിയിട്ട് ഈ റബ്ബറും തോട്ടത്തിൽ കൂടി ഇങ്ങനെ സൈഡിൽ കൂടി നടന്നു വന്നിട്ട് വീണ്ടും പാലത്തുനിന്ന് ചാടി, അങ്ങനെ ഒരു കളി തന്നെ ഉണ്ടായിരുന്നു. തൊട്ടുകളി ആയിക്കോട്ടെ, അങ്ങനെ ഒരുപാട് കളികളുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അങ്ങനെ വളരെ രസകരമായ ഒരുപാട് അനുഭവങ്ങളുള്ള ഒരു ഏരിയയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ നിങ്ങളെ മനസ്സിൽ വരുന്ന അനുഭവങ്ങൾ, ഇതിലൂടെ സഞ്ചരിച്ച ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. ഇവിടെ കുളിച്ചിട്ടുള്ള, ഇവിടെ കളിച്ചിട്ടുള്ള ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് നമുക്കുണ്ട്. അവർക്കൊക്കെ വരുന്ന അനുഭവങ്ങൾ ദയവായി നിങ്ങൾ കമൻറ്റിൻ്റെ രൂപത്തിൽ നമ്മളെ വീഡിയോയുടെ താഴെ ഒന്ന് രേഖപ്പെടുത്തണേ. അപ്പോൾ അത്തരം രസകരമായ അനുഭവങ്ങൾ നമുക്ക് അങ്ങോട്ട് പങ്കുവെക്കാൻ പറ്റിയ ഒരു അവസരമായിട്ട് ഞാനിതിനെ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴോട്ടുള്ള കാഴ്ചയിലൊക്കെ നിങ്ങൾക്ക് കാണാം, അവിടെയൊക്കെ ഇപ്പോൾ പൊളിഞ്ഞു പോയിട്ടുണ്ട്. അങ്ങനത്തെ സ്ഥലങ്ങളും കാര്യങ്ങളൊന്നും പണ്ടുണ്ടായിരുന്ന ഒരുപാട് കാര്യങ്ങളും ഇപ്പോൾ അവിടെ ഇല്ല. പക്ഷെ ഇത് വെള്ളമുള്ള സമയത്താണ് ഒന്നുകൂടി സുന്ദരമായ കാഴ്ചകളായിരിക്കും. ഇപ്പോൾ കുറേയൊക്കെ വെള്ളമുണ്ട്. നമ്മളെ ചാമിക്കുണ്ടിലൊക്കെ ഇപ്പോൾ നല്ല വെള്ളമുണ്ട്. നമുക്ക് കുളിക്കാനും ഒക്കെ പറ്റുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഈ മാർച്ചിലും ഉള്ളത്. ഞാനൊരു മാർച്ച് മാസം സ്റ്റാർട്ടിങ്ങിലാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്, 2025.
അപ്പോൾ പിന്നീട് എന്തെങ്കിലും കാണുന്ന ആളുകൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഡേറ്റ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആ കാലത്ത് അന്നത്തെ ചെറുപ്പക്കാർ ആയിട്ടുള്ള ആളുകളാണ് നമുക്കിവിടെ പാലൊക്കെ കഴുങ്ങൊക്കെ വെട്ടിക്കൊണ്ടുവന്നിട്ട് പാലൊക്കെ ഉണ്ടാക്കുക. പാലത്തിൻ്റെ കുറുകെ ഇങ്ങനെ കഴുങ്ങ് വെച്ചിട്ട് കഴുങ്ങിന് കുറുകെ ഇങ്ങനെ പലകയൊക്കെ വെച്ചിട്ടുള്ളൊരു പാലൊക്കെയാണ് അന്ന് ഉണ്ടാക്കിയിരുന്നത്. പിന്നെ ആ ഒരു പാലം വന്ന് ഈ ഒരു ഭാഗത്ത് ആണ് എൻഡ് ചെയ്യുക. അന്നും ഇതുപോലെ പുഴയിലൊക്കെ നന്നായിട്ട് വെള്ളം വരുന്ന സമയമൊക്കെ ഉണ്ടാകുമ്പോൾ പാലമൊക്കെ ഒലിച്ചു പോകാതിരിക്കാൻ പാലം ഇങ്ങനെ കയറൊക്കെ ഇട്ടിട്ട് ഇപ്പുറത്തുള്ള തെങ്ങിന്മേക്കൊക്കെ കെട്ടിയിട്ടില്ല, അല്ലെങ്കിൽ കഴുങ്ങിലേക്കൊക്കെ കെട്ടിയിട്ടുള്ള കാഴ്ചകളൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ വരുന്നത്. അതേപോലെ ഞാൻ അപ്പുറത്തെ തൂണ് നിങ്ങൾക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ ഇല്ലിക്കൂട്ടത്തിനകത്ത് അതിൻ്റെ ശേഷിപ്പുകൾ ഉണ്ടെന്ന് പറയില്ല, ആ ഒരു ഭാഗത്തേക്കാണ് ഇപ്പോൾ നമ്മൾ എത്തിയിട്ടുള്ളത്, പുഴയിലൂടെ അങ്ങനെ നടന്നെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പിന്നെ പുഴമ്പാലി, അതായത് ഈ പുഴയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് വേണം, ഒരു അര കിലോമീറ്ററിൽ കൂടുതലുണ്ടാവും, അങ്ങനെ നടന്ന് ഈ പുഴയുടെ സൈഡിൽ കൂടി ഇങ്ങനെ നടന്നിട്ട് വേണം പിന്നെ നമ്മൾ പുന്നക്കാട് എന്ന് പറയുന്ന ആ സ്റ്റോപ്പിലേക്ക് എത്താൻ. അവിടെ ചെന്നാലും പിന്നെ നമുക്ക് ബസ് കിട്ടുക, ഓട്ടോറിക്ഷ കിട്ടുക, അങ്ങനെ എന്ത് വണ്ടിയാണെങ്കിലും ആ ഒരു സമയത്ത് ജീപ്പൊക്കെ ഉണ്ടായിരുന്ന സമയമാണ്, ആ ഒരു സമയത്ത് എന്ത് വണ്ടി കിട്ടണമെങ്കിലും അവിടെ ചെല്ലണം. ചിലപ്പോൾ നമ്മൾ ഈവനിങ് സമയത്ത് അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ജോലി കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരുമ്പോൾ മഴയൊക്കെ പെയ്ത് മഴക്കാലമൊക്കെ ആണെങ്കിൽ വെള്ളം പൊങ്ങിയിട്ടുണ്ടാവും, വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും. അപ്പോൾ ഈ വെള്ളം പൊങ്ങി നമുക്ക് നടന്ന് പോകാൻ പറ്റുന്ന ഒരു സാഹചര്യമാണെങ്കിൽ, നമ്മൾ മുട്ടുവരെയൊക്കെയുള്ള വെള്ളമൊക്കെ ഉള്ള സമയമാണെങ്കിൽ നമ്മൾ പുഴയിൽ ഈ സൈഡിലൂടെ ഇങ്ങനെ നടന്ന്, കാരണം പുഴ ഇങ്ങോട്ട് കയറിയിട്ടുണ്ടാവും, ഈ പുഴയിൽ ഈ സൈഡിൽ കൂടെ കാണുന്ന ഈ വഴിയിലൂടെയൊക്കെ പുഴ കയറി ഒഴുകുന്നുണ്ടാവും. ആ വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്ന് വന്നിട്ട് ഏറ്റവും ആഴമേറിയ ഈ പുഴയുടെ ഈ ഭാഗത്തെത്തുമ്പോൾ നമ്മളെ പാലം അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. സ്റ്റെപ്പൊക്കെ കയറിയ പാലത്തിലേക്ക് കയറി നേരെ അപ്പുറത്ത് ചെന്ന് ഒതുക്കിൻ്റെ അവിടെ എത്തിയൊരു സമാധാനമാണ്. പുഴ കടന്ന് കിട്ടി, ഇനി വീട്ടിൽ പോയി ഉറങ്ങാം. പിന്നെ നാളെ രാവിലെ അതേപോലെ തന്നെ തിരിച്ചു പോകുമ്പോൾ പുഴയിൽ വെള്ളം ഉണ്ടാവരുത്, ക്ലാസ്സിലും പോകണമെങ്കിലും ഒക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഈ ദൂരെ കാണുന്നത് ഇന്നത്തെ സ്കൂളുകളും കാര്യങ്ങളൊക്കെ കേട്ടോ, സ്കൂൾ ഗ്രൗണ്ടൊക്കെ ഉണ്ട്. അന്ന് ഇതൊന്നുമില്ല, ഇവിടെ ഒഴിഞ്ഞ് കിടക്കുന്ന നല്ല പുഴയുടെ തെങ്ങും തോട്ടം അങ്ങനെ എന്തൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു. അവിടെയൊക്കെ തോടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ഥലമൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ ഈ സ്കൂൾ നിൽക്കുന്ന ഒരു ഭാഗത്തൊരു തോടുണ്ടായിരുന്നു. പിന്നെ ഈ പുഴ ഇപ്പോൾ പുതിയ പാലം വന്നിട്ടുള്ള ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആദ്യം അവിടെ മഴക്കാലം അല്ലാത്ത സമയത്ത്, അതായത് ഈ ഒരു സമയത്ത് മാർച്ച് മാസത്തിലൊക്കെ നമുക്ക് അവിടെ വെള്ളം വറ്റുമ്പോൾ അതിലൂടെ ജീപ്പൊക്കെ ഇറങ്ങി അങ്ങനെ കയറിയിട്ട് അപ്പുറത്തോട്ട് പോകായിരുന്നു. മഴക്കാലത്ത് നമുക്ക് അപ്പുറത്തേക്ക് ഒരു വണ്ടികളും വരില്ലായിരുന്നു. അങ്ങനെയൊക്കെയുള്ളൊരു ഏരിയ ആയിരുന്നു കേട്ടോ ഞങ്ങളുടെ നാട്. ഇപ്പം ഞങ്ങളുടെ നാട് കണ്ട നിങ്ങൾ അന്തം വിട്ടു പോകും, കാരണം അത്രത്തോളം വികസനം നമ്മുടെ നാട്ടിൽ വന്നു. ഈ സ്കൂളും കാര്യങ്ങളും ഒക്കെ വന്നു. ഇതിനപ്പുറത്ത് ഇപ്പോൾ പുതിയതായിട്ടൊരു ഹോസ്പിറ്റൽ വന്നിട്ടുണ്ട്, PMS മലപ്പുറം കോപ്പറേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ ഒരു ബ്രാഞ്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് വികസന കാര്യങ്ങൾ നമ്മളെ നാട്ടിലെത്തി. ഈ ഒരു ഭാഗത്ത് ഞാൻ നേരത്തെ പറഞ്ഞ തോട് ഈ ഒരു ഭാഗത്തായിരുന്നു കേട്ടോ. ഈ ഒരു ഭാഗത്ത് തോട് കടന്നൊക്കെ വേണം നമുക്ക് അക്കരയ്ക്ക് എത്താൻ. പുഴ കടന്ന് വന്ന് അതിന് ശേഷം പിന്നെ ഒരു തോടും കടന്ന് വേണം അക്കരയ്ക്ക് എത്താൻ. ഇത് ആദ്യം ഇങ്ങനെ സ്ലോപ്പായിട്ടുള്ളൊരു മണ്ണിട്ട വഴിയായിരുന്നു. ആ മണ്ണിട്ട വഴി ഇങ്ങനെ കയറി ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴേക്കും നമ്മൾ ക്ഷീണിക്കും. പിന്നെ അവിടെ ഒരു ഇരുത്താണ്, പിന്നെ ബസ് വരുന്നവരെ അവിടെ ഒരു ഇരുത്താണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമെന്ന് അറിയില്ല. അങ്ങനെയൊക്കെ ആയിരുന്നു അതിനും മുന്നേ അതിലും മോശമായിട്ടുള്ള കാലഘട്ടമൊക്കെ ഓർമ്മയുള്ള ആളുകളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കമൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വീഡിയോൻ്റെ താഴെ വരണം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഫാമിലി ടൈൽസ്